തിരുവനന്തപുരത്ത് അതിതീവ്രമായ മഴ തുടരുകയാണ്. അവിടെ റെഡ് അലർട്ടാണ്. അടുത്ത 3 മണിക്കൂർ നേരത്തേക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ജില്ലയിൽ പല സ്ഥലങ്ങളും വൈദ്യുത ബന്ധം താറുമാറായി. MG പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കവടിയാർ ഭാഗത്തും ആൽത്തറ ജംഗ്ഷനിലുമൊക്കെ മരങ്ങൾ കടപുഴകി വീണു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. പ്രതീഷ്, വിവരങ്ങൾ. SKN കഴിഞ്ഞ 1 മണിക്കൂറായി തിരുവനന്തപുരത്ത് ശക്തമായ മഴയായിരുന്നു. അല്പസമയം മുമ്പ് മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ ഈ നിമിഷവും ഉണ്ട് എന്നതാണ് ഈ അറിയിക്കുന്ന കാര്യം. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിശക്തമായ കാറ്റാണ് കഴിഞ്ഞ മണിക്കൂറിൽ തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ ഉണ്ടായത്. ഈ അതിശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട്. ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. മരങ്ങളും മരച്ചില്ല ഒടിഞ്ഞു വീണാണ് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം നിലച്ചത്. ഈ വെങ്ങാനൂർ ചാവടിനടയിൽ മരം കടപുഴകി വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട്. ഒപ്പം മുക്കോല ജംഗ്ഷനിലും പൂജപ്പുരയിലും അടക്കം ഈ മരച്ചില്ലുകൾ വീണ വൈദ്യുതി ബന്ധം താറുമാറായി എന്നാണ് അറിയിക്കുന്നത്. നെയ്യാറ്റിൻകര പെഴുമ്പരുതൂർ ഭാഗത്തും ഈ മരം ഒടിഞ്ഞു വീണ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 മണിക്കൂർ നേരത്തേക്കാണ് കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 6 ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വരും മണിക്കൂറിലും അതിശക്തമായ മഴ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ വൈദ്യുതി ബന്ധം താറുമാറായത് പുനഃസ്ഥാപിക്കാനുള്ള നടപടി KSEB ആരംഭിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും വൈദ്യുതി ഇല്ല എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വൈകാതെ തന്നെ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നതാണ് KSEBയും അറിയിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ ഈ വരും മണിക്കൂറിലും മഴ കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ളവരും തീരദേശ മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്ന കാര്യം. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയാണ്, മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് റെഡ് അലർട്ട്. ഈ 2 ജില്ലകളിലും അതിതീവ്ര മഴ നാളെ ഉണ്ടാകും. മറ്റ് ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. തിരുവനന്തപുരത്ത് മഴ തുടരുകയാണ്. കൊല്ലത്തും വ്യാപകമായ മഴ പെയ്യുന്നുണ്ട്. കനത്ത നാശനഷ്ടം പലയിടങ്ങളിലും ഉണ്ടായിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലും മഴ കാര്യമായി പെയ്യുന്നുണ്ട്. കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പോൾ മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പല സ്ഥലങ്ങളിലും വൈദ്യുത ബന്ധം തകരാറായിട്ടുണ്ട് താനും.